നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ചു പോയാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മനോഹരമായ മറുപടി ഇതായിരുന്നു. ഏറ്റവും അടുത്തവർ ആരും ഉപേക്ഷിച്ചു പോവില്ല, പോയവർ ആരും നമ്മുടേതായിരുന്നില്ല. മറ്റുള്ളവരെ കരയിപ്പിച്ചു നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ. അത്രയും പ്രിയപ്പെട്ടവർ ഇനി വരില്ല എന്നറിഞ്ഞിട്ടും ദൂരേക്ക് നോക്കി ഇരിക്കാറില്ലേ? അതൊക്കെ തന്നെയാണ് ഈ സ്നേഹമെന്ന് പറയുന്നത്. നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മളെ മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം. നമ്മളെ കേൾക്കുന്നവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അവരതിന് വേണ്ട പരിഗണന തരും. അല്ലാത്തവരോട് ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഒന്ന് നിർത്തൂ എന്ന് പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് ഒന്നും പറയാതിരിക്കുന്നതാണ്. ആളുകളെ അറിഞ്ഞതിനു ശേഷം സംസാരിക്കുക, അല്ലെങ്കിൽ അവഗണന ഏറ്റുവാങ്ങേണ്ടി വരും. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. അത് വായിക്കാൻ ഒരു നിമിഷം മതി, ചിന്തിക്കുവാൻ ഒരു മിനിറ്റ് മതി, മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും. പക്ഷേ അത് തെളിയിക്കാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയാകണമെന്നില്ല. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്നു നമ്മളെ ചേർത്തു നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിനും മാറ്റം വരാം. നിങ്ങളെ നോക്കുന്ന വ്യക്തിയിലേക്ക് നോക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുക. നിങ്ങൾക്കായി കാതോർക്കുന്നുവെങ്കിൽ നിങ്ങളും അവരെ കാതോർക്കുക. നിങ്ങളെ ചേർത്ത് പിടിക്കും എങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നൽകുക. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമ്മൾക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം.